പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വമ്പൻ നീക്കം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ തുണിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് പടിക്ക് പുറത്തേക്ക് പോകും. കൂടുതൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ തീരുവ രഹിതമായി തന്നെ യൂറോപ്യൻ വിപണിയിൽ എത്തിച്ചുകൊണ്ട് കുറഞ്ഞ വിലയിൽ വിൽക്കാൻ സാധിക്കും എന്നത് ഇപ്പോൾ പാകിസ്ഥാനിലടക്കം വലിയ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിലവിൽ $9 ബില്യൺ തുല്യമായ ഉൽപ്പന്നങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ 65% തുണിത്തരങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നെത്തുന്ന ഉയർന്ന ഗുണമേന്മയുള്ള തുണിത്തരങ്ങളോട് മത്സരിക്കാൻ ഇപ്പോൾ തന്നെ പാകിസ്ഥാന് കഴിയുന്നില്ല. വലിയ രീതിയിൽ അവർ പാടുപെടുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ വ്യാപാര കരാർ കൂടി സാധ്യമായാൽ സ്ഥിതി വളരെയധികം ഗുരുതരമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാക് വ്യാപാരികളുടെ വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. 2024 പാകിസ്ഥാനിൽ $6.2 ബില്യൺ, ഇന്ത്യയിലാകട്ടെ $5.6 ബില്യൺ തുണിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ വിറ്റഴിക്കപ്പെടുന്നതായി തന്നെ വലിയ കണക്കായി തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ആകട്ടെ യൂറോപ്യൻ വിപണിയിൽ പ്രവേശിക്കുന്നതോടുകൂടി തന്നെ ഇനി കഥ മാറും എന്നതാണ് മറ്റൊരു വസ്തുതയായി തന്നെ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായി തന്നെ എടുത്തു പറയുന്നത്. ഇതോടുകൂടി തന്നെ ഇനി പാകിസ്ഥാന് മാത്രമാകില്ല, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു കർണത്തടിക്കുന്ന മറുപടി തന്നെയാകും നൽകുന്നത് എന്നതാണ് വസ്തുത. ഇതോടുകൂടി തന്നെ തങ്ങളുടെ സാധ്യത ഇല്ലാതാകുമോ എന്ന ആ ഒരു ആശങ്ക പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇപ്പോൾ അലയടിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടണമെന്നും യൂറോപ്യൻ വിപണിക്ക് പകരം US-ലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും ഇപ്പോൾ ഷെഹബാസ് ഷെരീഫ് സർക്കാരിനോട് പാകിസ്ഥാൻ ടെക്സ്റ്റൈൽസ് കൗൺസിൽ ആവശ്യപ്പെട്ടതായി തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ GSP അതുവഴി കൊണ്ട് പാകിസ്ഥാൻ തീരുവ ഇളവ് ലഭിച്ചതുകൊണ്ടാണ് ഇന്ത്യയേക്കാൾ കണക്കിൽ മുന്നിലെത്താൻ കഴിഞ്ഞതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഈ ഇളവ് പിൻവലിക്കുമോ അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്ന സാധ്യതകളടക്കം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതേസമയം നിലവിൽ ശരാശരി 12% തീരുവ നൽകേണ്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയില്ലാതെ യൂറോപ്പിൽ എത്താൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ യൂറോപ്യൻ വിപണി കൂടി ഇന്ത്യ കൈയടക്കുമെന്നും പാകിസ്ഥാൻ ടെക്സ്റ്റൈൽസ് കൗൺസിൽ ചെയർമാൻ ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. തീരുവ ഇളവിന് പുറമെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ച വ്യവസായ സൗഹൃദ നയങ്ങളും പാകിസ്ഥാന് തിരിച്ചടിയാകുമെന്നാണ് ഇവിടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യവസായങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും അസംസ്കൃത വസ്തുക്കൾക്ക് കുറഞ്ഞ വിലയും അവിടെ ഇൻസെൻറ്റീവുകളും നൽകി അല്ലെങ്കിൽ അത് നൽകാനായേക്കുമെന്നും ഇന്ത്യൻ സർക്കാർ ടെക്സ്റ്റൈൽസ് മേഖലയെ സംരക്ഷിക്കുന്നതായും വിലയിരുത്തുന്നു. എന്നാൽ ഉയർന്ന വൈദ്യുതി നിരക്കും അതുപോലെ തന്നെ നികുതി ഭാരവും പാകിസ്ഥാനിലെ വ്യവസായങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആ വർഷങ്ങളുടെ അധ്വാന ഫലമായി തന്നെ പാകിസ്ഥാൻ നേടിയെടുത്ത യൂറോപ്യൻ വിപണി എന്നേക്കുമായി തന്നെ അവരുടെ കയ്യിൽ നിന്നും നഷ്ടമാകുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇതോടുകൂടി തന്നെ ആയിരങ്ങൾക്ക് തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ വിദേശ നാണയ വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നും ഇവർ കരുതപ്പെടുന്നു. യൂറോപ്പിലേക്കുള്ള പാകിസ്ഥാന്റെ ടെക്സ്റ്റൈൽ കയറ്റുമതിയിൽ ചുരുങ്ങിയത് 5 മുതൽ 10% വരെ കുറവുണ്ടാകുമെന്നതാണ് ഇപ്പോൾ അനലിറ്റിക്സുകൾ പറയുന്നത്. അതായത് ഏകദേശം 5600 കോടി രൂപ പാകിസ്ഥാനെ കൂടാതെ തന്നെ യൂറോപ്പിലേക്ക് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ബംഗ്ലാദേശ്, വിയറ്റ്നാം, ചൈന അതേപോലെ തന്നെ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കും മദർ ഓഫ് ഓൾ ഡീൽസ് ഭീഷണിയാകുമെന്നതാണ് മറ്റൊരു സൂചന. കഴിഞ്ഞ വർഷം ടെക്സ്റ്റൈൽസ് രംഗത്ത് കയറ്റുമതിയിലൂടെ തന്നെ ബംഗ്ലാദേശ് നേടിയതാകട്ടെ $16 ബില്യൺ മുകളിലാണ്. തീരുവ ഇല്ലാതെ തന്നെ കയറ്റുമതി സാധ്യതയാണ് ബംഗ്ലാദേശിന് നേട്ടമായിരിക്കുന്നത്. എന്നാൽ തീരുവ ഇളവ് ഇത് എല്ലാം തന്നെ അവസാനിക്കുമെന്നാണ് അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.